പ്രവാസികൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2026 മെയ് മാസം ഇമിഗ്രേഷൻ ചരിത്രത്തിൽ നിർണായകമായ ഒന്നാണ്. അമേരിക്ക, കാനഡ, യുണൈറ്റഡ് കിങ്ഡം അതായത് UK, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ വിസ നിയമങ്ങളിലും ഫീസുകളിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇതിൽ ഫീസ് വർധനവ് മുതൽ പുതിയ ഡിജിറ്റൽ അതിർത്തി സുരക്ഷാ സംവിധാനങ്ങൾ വരെ ഉൾപ്പെടുന്നുണ്ട്. ഈ വീഡിയോയിൽ 2026 മെയ് മാസത്തിൽ പ്രാബല്യത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളെയും കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. അമേരിക്കൻ സ്വപ്നത്തിന് ഇനി മുതൽ ചിലവ് കൂടും എന്നതാണ് ആദ്യത്തെ കാര്യം. 2026 മെയ് 30 മുതൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനൌദ്യോഗിക വിസ ഫീസുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു സമഗ്രമായ വർധനവ് നടപ്പിലാക്കുന്നത്. ടൂറിസം, ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന B1, B2 വിസകളുടെ ഫീസ് $160 നിന്ന് $185 വർദ്ധിപ്പിച്ചു. ഇന്ത്യക്കാർക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ള H1B, L1 തുടങ്ങിയ പെറ്റീഷൻ അധിഷ്ഠിത വർക്ക് വിസകളുടെ ഫീസ് $190 $205 ഉയർന്നു. ട്രീറ്റി ട്രേഡർമാർക്കും ഇൻവെസ്റ്റർമാർക്കുമുള്ള ഈ വിസകളുടെ ഫീസിലാണ് ഏറ്റവും വലിയ വർധനവ് വന്നത്. $205 നിന്ന് ഇത് $315 വർദ്ധിപ്പിച്ചത്. കോൺസുലർ സേവനങ്ങളുടെ ചിലവ് വർദ്ധിച്ചതും അപേക്ഷകളുടെ ബാക്ക്ലോഗ് കുറയ്ക്കുന്നതിനുമായി പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നതിനുമായാണ് ഈ തുക വിനിയോഗിക്കുന്നത്. മെയ് 30 ശേഷം ഇന്റർവ്യൂ ഉള്ളവർ നേരത്തെ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ പുതുക്കിയ നിരക്ക് നൽകേണ്ടി വരും. ഇനി UK വരികയാണെങ്കിൽ UK ഇമിഗ്രേഷൻ നയങ്ങളിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ 2026 മെയ് മാസത്തോടെ കൂടുതൽ വ്യക്തത കൈവരിക്കുകയാണ്. പ്രധാനമായും വിദ്യാർത്ഥികൾക്കും സ്കിൽഡ് വർക്കർമാർക്കും തിരിച്ചടിയാകുന്ന രീതിയിലാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. 2026 ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയ പുതുക്കിയ ഫീസുകൾ മെയ് മാസത്തിലെ അപേക്ഷകർക്കും ബാധകമാണ്. വിസിറ്റർ വിസ ഫീസ് £135, സ്റ്റുഡന്റ് വിസ ഫീസ് £558 വർദ്ധിപ്പിച്ചു. UK സ്കിൽഡ് വർക്കർ വിസയിലോ സ്കെയിൽ അപ്പ് വിസയിലോ വരുന്നവർക്ക് ഭാഷായോഗ്യത B1 ലെവലിൽ നിന്ന് B2 ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇത് അപേക്ഷകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള പരീക്ഷകൾ നേരിടേണ്ടി വരുമെന്നാണ് അർത്ഥമാക്കുന്നത്. UK വിസയില്ലാതെ യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇനി മുതൽ ETA നിർബന്ധമാണ്. ഡിജിറ്റൽ ബോർഡർ സംവിധാനം ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിത്. ഇന്ത്യക്കാർക്ക് നിലവിൽ ഈ വിസ ആവശ്യമാണെങ്കിലും ഭാവിയിൽ ഈ സംവിധാനം എല്ലാവരിലേക്കും വ്യാപിപ്പിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. UK സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള കാലയളവ് 5 വർഷത്തിൽ നിന്നും 10 വർഷമായി ഉയർത്താനുള്ള ആലോചനകളും സജീവമാണ്. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിന് വലിയ ആശങ്കയാണ് നൽകുന്നത്. ഉയർന്ന ശമ്പളമുള്ളവർക്ക് മാത്രമേ ഇനി വേഗത്തിൽ സെറ്റിൽമെന്റ് സാധ്യമാവുകയുള്ളൂ. കാനഡയിലേക്ക് വരുമ്പോൾ ഇമിഗ്രേഷൻ സിസ്റ്റം ഇപ്പോൾ സ്കോർ അടിസ്ഥാനത്തിലുള്ള സംവിധാനത്തിൽ നിന്ന് തൊഴിലധിഷ്ഠിത സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഫെഡറൽ ഗവൺമെന്റ് PR തിരഞ്ഞെടുക്കാനുള്ള അധികാരം കൂടുതൽ പ്രവിശ്യകൾക്ക് നൽകിയിരിക്കുകയാണ്. ഇതിനർത്ഥം ഒരു പ്രത്യേക പ്രവിശ്യയിലെ തൊഴിൽ വിപണിക്ക് അനുയോജ്യമായവർക്ക് PR ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടാകും. കാനഡയിലെത്തുന്ന പുതിയ പെർമനന്റ് റെസിഡന്റ് നൽകുന്ന ഫെഡറൽ സഹായങ്ങൾ ഇനി മുതൽ 6 വർഷം വരെ മാത്രമേ ലഭ്യമാകൂ. ഏപ്രിൽ 30 മുതൽ നടപ്പിലാക്കിയ വിസ PR ഫീസ് വർധനവ് മെയ് മാസത്തിലും തുടരുന്നുണ്ട്. റൈറ്റ് ഓഫ് പെർമനന്റ് റെസിഡന്റ് ഫീസ് ഏകദേശം $575 ഉയർന്നിട്ടുണ്ട്. ഹെൽത്ത് കെയർ, STEM, കൺസ്ട്രക്ഷൻ, അഗ്രികൾച്ചർ എന്നീ മേഖലകളിൽ പ്രവൃത്തി പരിചയം കുറഞ്ഞ CRS സ്കോറിലും PR ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നവർ മെയ് മാസത്തിൽ വലിയൊരു മാറ്റം നേരിടാൻ പോവുകയാണ്. യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കിയിരിക്കുകയാണ്. ഇതൊരു ഡിജിറ്റൽ അതിർത്തി സുരക്ഷാ സംവിധാനമാണ്. പാസ്പോർട്ടിൽ സീൽ പതിപ്പിക്കുന്ന പഴയ രീതി ഇനി അവസാനിക്കും. പകരം ഷെങ്കൻ രാജ്യങ്ങളിൽ പ്രവേശിക്കുന്ന നോൺ EU പൗരന്മാരുടെ വിരലടയാളവും ഫേഷ്യൽ ഇമേജും ശേഖരിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. യാത്രക്കാരെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ഇനി പറയാം. ഒന്നാമതായി, യാത്ര ചെയ്യുന്നവർക്ക് അതിർത്തികൾ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരും. വിസ കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവരെ വളരെ വേഗത്തിൽ കണ്ടെത്താൻ സർക്കാരുകൾക്ക് കഴിയും. ഇതിന് പിന്നാലെ യൂറോപ്യൻ ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓതറൈസേഷൻ സിസ്റ്റം എന്ന പുതിയ ഡിജിറ്റൽ പെർമിറ്റും ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഈ മാറ്റങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഇമിഗ്രേഷൻ നയങ്ങൾ കൂടുതൽ സുതാര്യവും എന്നാൽ അത്യന്തം കർശനവുമാക്കുന്നു എന്നതാണ്. വെറുതെ ഒരു വിസയ്ക്ക് അപേക്ഷിക്കുന്ന കാലം കഴിഞ്ഞു. ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക താല്പര്യങ്ങൾക്കും തൊഴിലാവശ്യങ്ങൾക്കും അനുയോജ്യമായവർക്ക് മാത്രമേ ഇനി മുതൽ മുൻഗണന ലഭിക്കുകയുള്ളൂ. വിസ ഫീസുകൾ വർദ്ധിപ്പിക്കുന്നത് അപേക്ഷകരുടെ ബജറ്റിനെ ബാധിക്കും. IELTS പോലുള്ള പരീക്ഷകളുടെ ചിലവിനൊപ്പം വിസ ഫീസിലെ ഈ വർധനവ് കൂടി ചേരുമ്പോൾ ലക്ഷങ്ങളുടെ ബാധ്യത വരാം. വിസ പ്രക്രിയകൾ പൂർണ്ണമായും ഡിജിറ്റൽ ആവുകയാണ്. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി അത് എളുപ്പത്തിൽ കണ്ടെത്താനും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും സാധിക്കുകയും ചെയ്യും. വെറും ബിരുദം കൊണ്ട് മാത്രം ഇനി വിദേശത്ത് ജോലി ലഭിക്കില്ല. കാനഡയും UK പ്രത്യേക തൊഴിൽ മേഖലകൾക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് വിപണിയിൽ ഡിമാൻഡുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. 2026 മെയ് മാസത്തിലെ ഈ മാറ്റങ്ങൾ ഒരു തരത്തിൽ വെല്ലുവിളിയാണെങ്കിലും കൃത്യമായി പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഫീസ് വർധനവിന് മറികടക്കാൻ മുൻകൂട്ടി പണം കരുതി വയ്ക്കുക. പുതിയ ബയോമെട്രിക് നിയമങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് UK കാനഡയും നടപ്പിലാക്കുന്ന പുതിയ സെറ്റിൽമെന്റ് നിയമങ്ങൾ ശ്രദ്ധാപൂർവ്വം പഠിക്കുക.
വിസ അപേക്ഷകൾ നൽകുന്നതിന് മുൻപ് അതത് രാജ്യങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിച്ച് വിവരങ്ങൾ വെരിഫൈ ചെയ്യാനും മറക്കരുത്.